എന്തോ ഒരു തുണി പോലെ സംഭവം കാണുന്നുണ്ടേ, കണ്ടോ? എൻ്റെ അതെന്താ അത്? അതുകൊണ്ട് എൻഡോസ്കോപ്പിക് ക്യാമറ എടുത്തു വന്നാണ്. ഫോൺ ക്യാമറ അവിടെ പോകില്ല, എയർബോസ് മതി. പക്ഷെ ഉള്ളിൽ ഭയങ്കര സൗണ്ട് ഒരുപാട് തവണ കിട്ടും. അതുകൊണ്ട് എൻഡോസ്കോപ്പിക് ക്യാമറ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന ക്യാമറയാണ്. അപ്പോൾ ഏകദേശം 2 മീറ്റർ അധികം നീളമുണ്ട്. ഇതാണ് ക്യാമറ അല്ലോ. ഇത് 3-4 മീറ്റർ നീളമുണ്ട്. നമ്മൾ അതിന് ചെയ്യാൻ പോകുന്നത് ഇത് 2 ഇതുകൊണ്ട് ഇങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. വൈറ്റി വ്ളോഗറിൻ്റെ ഒരു കിടിലൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ പറയുക, എൻ്റെ ഫ്രണ്ട് എനിക്ക് അയച്ചുന്ന വോയിസ് നിങ്ങൾ കേട്ടല്ലോ. ആ ഒരു വോയിസ് പ്രകാരം ഞാൻ വന്ന ഒരു ലൊക്കേഷനാണ്. ഒരു മലൻ്റെ മേലെ തന്നെ പറയാം. അധികം സാമാന്യ ഹൈറ്റ് കൂടിയ ഒരു സ്ഥലത്തുള്ള സ്ഥിതി ചെയ്യുന്ന ഒരു വീടിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഇവിടെ പകൽ എൻ്റെ ഈ ഒരു സുഹൃത്ത് തന്നെ പല പ്രാവശ്യം ഇതുവഴി നടന്നു പോകുമ്പോൾ രാത്രി ഒരു ചെറിയൊരു പാതയുണ്ട്, ഈ സൈഡിൽ കൂടെ ചെറിയൊരു വഴിയുണ്ട്. ആ ഒരു വഴി നടന്നു പോകുമ്പോൾ പല വട്ടം ഈ ഒരു വീടിനുള്ളിൽ ശബ്ദങ്ങൾ കേൾക്കാമെന്ന് പറയും. അതായത് ഭിത്തി കെട്ടിയിരിക്കുന്നതും അങ്ങനെയുള്ള സൗണ്ടുകളൊക്കെ. അങ്ങനെ ഒരുപാട് തവണ അവൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് കേട്ടിട്ടുണ്ട്. അവിടെ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് രാത്രി ഇപ്പോൾ 11:45 ഞാൻ ഇപ്പോൾ നിൽക്കുമ്പോൾ, അപ്പോൾ അല്ല 10:45 ഈ ടൈമിൽ ഇവിടെ വരാൻ കാരണം എനിക്ക് രാത്രി ഇവിടെ വന്നിട്ട് അതെന്താ സംഭവം എന്നുള്ളത് പകൽ എന്താണെന്ന് അറിയില്ല. പക്ഷേ രാത്രിയാണ് കേട്ടിട്ടുള്ളൂ. അതിന് 7 മണിക്ക് 8 മണിക്കൊക്കെ ടൈമിൽ ഇതുവഴി വരുമ്പോൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് ശബ്ദം എന്നുള്ളത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്നും അറിയണമല്ലോ എന്തായാലും. എനിക്കൊരു ആകാംക്ഷ എന്താണ് സംഭവം എന്നുള്ളത്. കാടിനുള്ളിലുള്ള ഒരു ഒറ്റപ്പെട്ട നിഗൂഢമായൊരു വീടാണ്, ഒറ്റപ്പെട്ട വീട്. തീർച്ചയായും ആൾതാമസം തീരെ ഇല്ലാത്ത ഈ ഒരു പ്രദേശത്ത് ഇങ്ങനൊരു വീടിനുള്ളിൽ സൗണ്ട് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ആ ഒരു വീട്ടിലേക്കാണ് ഇന്ന് പോകാൻ പോകുന്നത്. അപ്പം എന്താ പറയുക, എക്സൈറ്റഡ് ആണ്, ഭയങ്കര ആകാംക്ഷയാണ്. അതെന്താണെന്നുള്ളത് സംഭവം. ഇങ്ങനെ സൗണ്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് ആകാംക്ഷ കൂടും. അത് എത്രയും പെട്ടെന്ന് വീഡിയോ ചെയ്തിട്ട് അതെന്താണെന്നുള്ളത് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അതാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് പതുക്കെ ഈ ഒരു വഴി, എൻ്റെ പുറകെ കാണുന്ന ഈ ഒരു വഴിക്ക് ഞാൻ നടന്നു പോകണം. കുറച്ച് നിലയൊക്കെ കയറിപ്പോം. അപ്പോൾ നമുക്ക് നേരം പോകുന്നത് പോകാം. ഒരു വട്ടം കേട്ടോ സൗണ്ട് കറക്റ്റായി ക്ലിയറായി കേൾക്കുന്നുണ്ട്. ഈ ഒരു റൂമിൽ നിന്നാണ് കേട്ടോ, കറക്റ്റായിട്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ റൂമിലേക്ക് എത്തിപ്പെടാനുള്ള സൗകര്യമില്ല. മൊത്തം എടുത്തെടുക്കുക. അവിടെ ഒരു ഹോളുണ്ട്,
ഇവിടെ എയർ ഹോൾസ് ഒന്നുമില്ല. ആ റൂമിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. എന്താ ചെയ്യാ? ഈ റൂമിൽ നിന്നാണ് ഭയങ്കരമായിട്ട് സൗണ്ട്. ഈ വീട്ടിൽ കറണ്ട് കണക്ഷൻ വരെ കട്ടാക്കിയാണ്. പക്ഷേ ഈ ജനലും ആ റൂമിൻ്റെ ആ ജനലും ആ ഭാഗം അടഞ്ഞെടുക്കണം. അങ്ങനെ ഒരു വഴിയുമില്ല കേട്ടോ. ഫ്രണ്ട് ഡോറ് ക്ലോസ് ആണ്. പക്ഷെ നമ്മൾ ഫുള്ള് ക്ലോസ് ആയതുകൊണ്ട് നമ്മുടെ ക്യാമറ ഇവിടെ പോയില്ല. കണ്ടോ, ആ ഒരു ഭാഗത്ത് നിന്നാണ് ഭയങ്കരമായിട്ട് സൗണ്ട്. കണ്ടോ, 4 സൈഡും ക്ലോസ് ആണ്. എല്ലാ ജനലും ക്ലോസ് ആണ്. നമുക്ക് പോകാൻ പറ്റില്ല. ഭയങ്കര സൗണ്ട് കൂടി. അതെന്താ കണ്ടുപിടിക്കണം. ഈ ഒരു ഭാഗത്ത് നിന്നാണ് കേട്ടത് ഫസ്റ്റ് സൗണ്ട്. ഈ ഒരു ഭാഗത്തുനിന്ന് ആ റൂമിലാണ് കേട്ടത് ഫസ്റ്റ്. കുലുങ്ങുന്നു. എൻ്റെ ദൈവമേ, കറക്റ്റായിട്ട് കേട്ടു. എൻ്റെ ദൈവം, ഇതൊക്കെ ഇതിലൂടെ ക്യാമറ പോകുന്നില്ല, അതാണ് പ്രശ്നം. പക്ഷെ എങ്ങനെ നമുക്ക് കാണുന്നുള്ളത് ഒരു രക്ഷയില്ല കേട്ടോ. ഫുള്ള് അടച്ചിടുന്ന റൂമായതുകൊണ്ട് നമുക്ക് ഒരു വകയില്ല, കാണാനില്ല. ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ട് ഇതിനുള്ളിൽ. അതുകൊണ്ടായിരിക്കും ഈ ഒരു ഇങ്ങനത്തെ പാരനോർമൽ ആക്ടിവിറ്റി ഉള്ളൊരു വീട് തന്നെയാണെന്നല്ലോ പറഞ്ഞിട്ടുണ്ടേ. നോക്കി ഒരു സൈസ് പ്രാണികളാണത് നിറയെ. കണ്ടോ, എൻ്റെ ദൈവമേ. നോക്കി ഒരു ലേഡീൻ്റെ ഡ്രസ്സൊക്കെ അവിടെ ഉണ്ട്. കണ്ടോ, നോക്കി എത്ര പ്രാണികൾ, എത്ര നിറയെ ഉണ്ടതാ. കണ്ടോ, എൻ്റെ അമ്മ. ഈ ഒരു ഭാഗത്ത് നിറയെ ഉണ്ട്. ഒരു ചെറിയൊരു ബാത്റൂം ഉള്ളത്. പക്ഷെ നമുക്ക് അത് വഴി ഉള്ളിലേക്ക് കാണാൻ പറ്റും തോന്നിട്ട്. എന്തൊരു സൗണ്ട് കേട്ടെ. കൊടും കാടാട്ടോ. സൗണ്ട് ക്ലിയർ ആയി കേൾക്കുന്നുണ്ട്. എവിടെ നിന്നാണുള്ളത്? എന്താ ആ റൂമിലേക്ക് കാണാൻ പറ്റില്ല. എല്ലാം ക്ലോസ് ആണ്. നല്ല മഴ പെയ്യുന്നുണ്ടേ. ഒരു രക്ഷ കേട്ടോ. ഇപ്പം ഈ റൂമിൽ നിന്ന്, അതായത് ഫ്രണ്ട് വഴി നമ്മൾ വരുമ്പോൾ ഫസ്റ്റ് റൂമിൽ നിന്നാണ് ആ ഒരു സൗണ്ട് കിട്ടുന്നത്. പക്ഷേ അടച്ച് ഇട്ടേക്കുന്നത് ഫുള്ള് 4 ഭാഗത്തും കേട്ടോ ചില്ല് ഉപയോഗിച്ച് ക്ലോസ് ചെയ്ത വീടാണിത്. അപ്പോൾ ഒരു വകയിൽ നമ്മൾ ഈ ഒരു ക്യാമറ, മൊബൈൽ ക്യാമറ അതിനുള്ളിൽ പോകുന്നില്ല. അതിനുള്ളിൽ പോയ ഉള്ളിൽ എന്താണ് ഉള്ളത്, ഈ സൗണ്ട് എന്താണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു സൗണ്ടുകൾ ഇവിടുന്ന് കേൾക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്. അപ്പോൾ ഈ വോയിസുകൾ കേട്ടല്ലോ. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത്, ഒരു രക്ഷയില്ല, 3 വട്ടം ഞാൻ സൗണ്ട് ഇപ്പോൾ കേട്ടു കറക്റ്റായിട്ട് ഇതിനുള്ളിൽ നിന്ന്. ഒന്നെങ്കിൽ എന്തെങ്കിലും ജീവി ഇതിനുള്ളിൽ പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പൂച്ച, എന്തെങ്കിലും ഒന്ന്. അതെന്താന്നുള്ളത് ഈ ഭിത്തിക്കുള്ള ശക്തി അടിക്കുന്ന സൗണ്ടൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഇതിനുള്ളിൽ നിന്ന് എന്തോ ഒരു നടക്കുന്ന പോലുള്ള സൗണ്ട് ഉണ്ട് കറക്റ്റായിട്ട്. അപ്പോൾ ഈ ഒരു കാടിനുള്ളിലാണ് ഈ ഒരു വീടുകൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ജീവികൾ ആയിരിക്കാനാണ് സാധ്യത.
ഒരുപാട് തവണ എൻ്റെ ഫ്രണ്ട് ഈ ഒരു സൗണ്ട് കേട്ടിട്ടുണ്ട്. അവർ ഈ ഈ ഒരു വീടിൻ്റെ അപ്പുറം സൈഡ് കൂടെ ചെറിയൊരു വഴിയുണ്ട് റോഡിലേക്ക്, അതുവഴി പോകുമ്പോൾ രാത്രി കാലങ്ങളിൽ പോകുമ്പോഴാണ് ഒന്ന് രണ്ട് വട്ടം സൗണ്ട് കേട്ടെന്ന് പറഞ്ഞാണ് എന്നെ ബന്ധപ്പെടുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്നൊരു കാര്യമില്ല. കാരണം ഈ ക്യാമറ ഒന്നും ഉള്ളിൽ പോകുന്നില്ല. അതുപോലെ തന്നെ ക്ലോസിലാണ്, വീട് മൊത്തം ക്ലോസിലാണ്. നമുക്ക് ഒരു ഡോറ് പോലും തുറന്ന് ഉള്ളിൽ കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇനി ചെയ്യാൻ പോകുന്നത് എയർ ഹോൾ വഴി ചെറിയൊരു ഹോളുണ്ട് മേലെ, കാണിച്ചത് ചെറിയൊരു ഹെയർ ഹോൾ ഉണ്ട്. അപ്പോൾ അതുവഴി നമ്മൾ എൻഡോസ്കോപ്പിക് ക്യാമറ നമുക്കുണ്ട്. അപ്പോൾ അത് എടുത്തിട്ട് കൊണ്ടുവന്നിട്ടാണ് ഇനിയത്തെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ ടൈം ഒരുപാടായി, 11 മണിയാകാണ്ടായി, 10:45. അപ്പോൾ എയർ ഹോൾ വഴി നമ്മൾ എൻഡോസ്കോപ്പിക് ക്യാമറ ഇറക്കിയിട്ടാണ് ഉള്ളിൽ എന്താണെന്നുള്ളത് അറിയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ആ ഒരു ക്യാമറ എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ എൻഡോസ്കോപ്പിക് ക്യാമറ എടുത്തു വന്നാണ്. നമ്മുടെ ഫോൺ ക്യാമറ അവിടേക്ക് പോകുന്നില്ല, എയർഹോൾസ് വഴി. പക്ഷേ ഉള്ളിൽ ഭയങ്കര സൗണ്ട് ഒരുപാട് തവണ കേട്ടു. അതുകൊണ്ട് നമ്മൾ എൻഡോസ്കോപ്പിക് ക്യാമറ, ഈ ഡോക്ടേഴ്സൊക്കെ ഉപയോഗിക്കുന്ന ക്യാമറ ആണ്. അപ്പോൾ ഇത് ഏകദേശം 2 മീറ്റർ അധികം നീളമുണ്ട്. ഇതാണ് ക്യാമറ, ഉണ്ടോ? ഇതുണ്ടോ? ഇതിൻ്റെ തരത്തിൽ ചെറിയൊരു ക്യാമറയാണ്. അപ്പോൾ ഇത് ഏത് ഹോളിൽ കൂടി ഇറങ്ങിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യാം. കാരണം യൂസ് ചെയ്ത് കറക്റ്റ് അതിനുള്ളിൽ എന്താണെന്നുള്ളത് ഇത്രയും നീളമുണ്ട് കേട്ടോ, 3-4 മീറ്റർ നീളമുണ്ട്. അപ്പോൾ നമ്മളതിന് ചെയ്യാൻ പോകുന്നത് ഇത് 2 ഇതാണ്, ഉണ്ടോ? ഇതുകൊണ്ട് ഇങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യാൻ പോകണം. എന്തൊരു തുണി പോലെ സംഭവം കാണുന്നുണ്ടേ, കണ്ടോ? എൻ്റെ അതെന്താ അത്?
ഭയങ്കരമായിട്ട് നോക്കണോ വേണ്ടോ നമ്മളെ പൊട്ടിക്കണേ അല്ലാണ്ട് രക്ഷമല്ല. അതിനുള്ള വേറെ സംഭവം ഞാൻ കണ്ടു കറക്റ്റായിട്ട്. ഇത് ഈ ലോകത്താക്ക താർക്കണം, ഈ ലോകത്താക്ക താർക്കാൻ പോലെ നമ്മൾ തകർക്കട്ടെ. Hey.